വയനാട് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. കാരണം 2 ദിവസം മുന്നേ വയനാട് അപകടം നടന്നപ്പോൾ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ കമൻറ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടായി. കുഞ്ഞു കുട്ടികൾക്ക് പാല് വേണമെങ്കിൽ എൻ്റെ വൈഫ് റെഡി, അല്ലെങ്കിൽ ഞാൻ റെഡി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ സൊമൻസുകൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ കുറേ വൾഗർ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുമാണ്. അതുപോലെ ഒരു കമൻ്റായിരുന്നു എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ജോർജ് എന്ന് പറഞ്ഞ പുള്ളി ഇട്ടത്. അപ്പം അത് കണ്ടിട്ട് ഈ ജോർജ് എന്ന പുള്ളീനെ ഒരാൾ വിളിക്കുകയുണ്ടായി. വിളിച്ചു കഴിഞ്ഞിട്ട് ഹലോ ജോർജ് അല്ലേ, നിങ്ങൾക്ക് പാല് വേണ്ടേ എന്നൊക്കെ ചോദിച്ച് വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, കുറേ നേരം അയാളൊന്നും മിണ്ടിയില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് സോറി എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ് എന്നുള്ളതാണ്. അപ്പം ഇവരൊക്കെ വിചാരം എന്താണെന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയയോട് എന്ത് കമൻ്റ് ഇടുക, ആരും കണ്ടുപിടിക്കൂല എന്നുള്ളൊരു അഹങ്കാരം അല്ലെങ്കിൽ ആ ഒരു ചിന്തയോടെയാണ് പലരും കമൻ്റ് ഇടുന്നത്. എന്നാൽ അങ്ങനെ ഉള്ളവരോട് ഞാൻ പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ ഇനി ഫേക്ക് ഐ ഡി വന്നാലും എന്തായാലും ആൾക്കാർ കണ്ടുപിടിക്കാനുള്ള ഇപ്പം എന്തെല്ലോ സർവീസ് നിലവിലുണ്ട്. കാര്യങ്ങൾ നമുക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം അതെല്ലാം കണ്ട് എല്ലാവരും കമൻ്റ് ഇടുക. എന്നിട്ട് പിന്നെ ഈ കണ്ണൂരാണെന്ന് തോന്നുന്നു, കണ്ണൂരിനാന്ന് തോന്നുന്നു, പുള്ളീനെ കണ്ടുപിടിച്ച് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസാണ് പിന്നീട് അറിയാൻ പറ്റിയത്. അതൊരു കണക്കിന് നോക്കുമ്പം നിയമം കയ്യിലെടുക്കാൻ നമുക്ക് അവകാശമില്ലെങ്കിലും അത് ഒരു കണക്കിന് നോക്കുമ്പോൾ ഇനി ഇങ്ങനെ ബൾഗർ കമൻ്റ് ഇടുന്നവർക്ക് ഒരു പാഠമാണത്. കാരണം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ കമൻ്റ് ഇട്ട ആളും ഈ അമ്മ ഉള്ളത് കൊണ്ടല്ലേ അദ്ദേഹം ജീവിച്ച് പോയത്. കാരണം അമ്മ പ്രസവിക്കണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ജനിക്കൂല. കാരണം ഇല്ലെങ്കിലും അമ്മേൻ്റെ പാല് കുടിച്ചിട്ടാണ് വളർന്ന് വലുതായത്. ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും വേണം. ഒരാളങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ട് റെഡിയാകുന്നുണ്ടെങ്കിൽ ആ അമ്മക്ക് മനസ്സിലാവും ആ കുട്ടീൻ്റെ വേദന. അമ്മമാർക്കേ ആ വേദന മനസ്സിലാവും. ഇനിയിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മുടെ വയനാട്ടിലെ അവസ്ഥ എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ്. ഈ ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ കളിയും തമാശയും അല്ലെങ്കിൽ ഇങ്ങനത്തെ ബൾഗർ കമൻ്റ് ഇടുന്നവരെ മനസ്സാണ് ഞാൻ ആലോചിക്കുന്നത്. സാധാരണ മനുഷ്യന്മാർക്ക് ഇങ്ങനെയൊന്നും ആലോചിക്കാനും ചിന്തിക്കാനും പറ്റില്ല. അത് ഇദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമല്ല, പിന്നെയും കുറേ ബൾഗർ കമൻറ്റ്സ് ഉണ്ട്. എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങളോ ഒന്നും ചെയ്യുന്നില്ല, ചെയ്യുന്ന ആളെ ചെയ്യാനും പാടില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഇവർ ചെയ്തത്, കമൻ്റ് ഇടുകയല്ലേ അല്ലെങ്കിൽ പോസ്റ്റ് ഇടുകയല്ലേ. അതാണ് അവർ ചെയ്തത്. കാരണം ഒരാളെ ജീവൻ നിലനിർത്തുന്നതിനെക്കാട്ടിയും വലിയ, അല്ലെങ്കിൽ ഒരാളെ ജീവിതത്തിൽ കൈപിടിച്ച് കയറ്റുന്നതിനും വലിയ കാര്യമൊന്നും ഇല്ല. കാരണം ആ ചെറിയ കുട്ടി, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ആ ചെറിയ കുട്ടിക്ക് ഒരു ജീവിതം അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ വേണ്ടി ചെയ്യുക എന്ന് വിചാരിച്ചാൽ ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. നമ്മളെ നാട് ഇത്രയും അധപ്പതിച്ചു പോയതിന് ഞാൻ ഖേദിക്കുന്നുണ്ട്. എന്തായാലും ഒരപകടം വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടാന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായിരുന്നു മലയാളികൾക്ക്. അതിൻ്റെ ഇടയ്ക്കും ഇങ്ങനത്തെ കുറേ കീടങ്ങൾ ഉണ്ട് പറഞ്ഞതിൽ വിഷമമുണ്ട്. കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന വിഷമത്തിലാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവിടെ നിൽക്കുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതിന് പരിമിതികളുണ്ടാവും. എന്നാൽ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുമല്ലോ വേണ്ടി. ഇതുപോലെ പോസ്റ്റിടും കമൻറ്റിടും ചെയ്യുന്ന ആൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഈ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാരാണെങ്കിൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് നിർത്താൻ പറ്റുന്നതേ. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലേ, പ്രാർത്ഥിക്കുക. അടുത്ത നാട്ടുകാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ മതി. കുറച്ച് ദിവസമായിട്ട് നമ്മളെ കേരളത്തിൻ്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം വയനാട് ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം ദുരിതാശ്വാസ ക്യാമ്പിലായാലും ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ടിൻ്റെ കാര്യത്തിലായാലും ഇനി അവിടെ സാധനങ്ങൾ എത്തിക്കേണ്ടതിലായാലും രക്ഷാപ്രവർത്തനത്തിലായാലും ഒറ്റക്കെട്ട് നമ്മുടെ ഒരു സ്വന്തം സഹോദരങ്ങളെ പരസ്പരം സഹായിച്ചും ഇതാക്കിയുമാണ് നമ്മൾ കഴിയുന്നത്. അതാണ് നമ്മളെ കേരളത്തിൻ്റെ ഒരു മഹിമ. എല്ലാ കാര്യത്തിനും നമ്മൾ മുമ്പിലാണ്. എന്നിട്ട് ഇതുപോലെ ചില കീടങ്ങൾ ഉണ്ട് എന്നറിഞ്ഞതിൽ ഞാൻ വളരെ ഖേദിക്കുന്നു.
നമ്മളൊന്നും പറയണ്ട, ദൈവം തന്നെ എന്തായാലും കൊടുക്കട്ടെ. ദൈവം ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, ചെയ്യുന്ന നന്മകളായാലും ചെയ്യുന്ന തിന്മകളായാലും ദൈവം കാണുന്നുണ്ട്. അപ്പം എല്ലാവർക്കും അതിൻ്റെതായ പ്രതിഫലം കിട്ടുന്നതായിരിക്കും. അതോർത്തുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കുക, ചെയ്യുക.